ഫ്രണ്ട്സ്, ജോബിയാണേ. ഞാനിന്ന് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ കുളമല്ല ഇങ്ങനെ നിറഞ്ഞൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ വൈകിട്ട് ഇപ്പോൾ അമ്മച്ചിക്ക് എനിക്കിവിടെ കുറേ സുഹൃത്തുക്കൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ വെള്ളം പൊങ്ങിയപ്പോൾ ഒരുപാട് പേരുടെ കപ്പ ഉണ്ട്. കണ്ടോ, കപ്പയാണ്. ഒരു കപ്പ ഇതിൻ്റെ വെള്ളത്തിനടി കളറ് മാറി കാരണം എനിക്ക് മീൻ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടു തന്ന കണ്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ അമ്മച്ചി പറഞ്ഞൊരു ശാലം പൊടിമീനൂടെ കിട്ടുവാണെങ്കിൽ, നല്ല കപ്പ നമുക്ക് തന്നു. അപ്പോൾ ശാലം പൊടിമീനൂടെ കിട്ടുവാണെങ്കിൽ അതും ഒന്ന് പറ്റിച്ച് കപ്പയും വേവിച്ച് ശാലം നമ്മുടെ വെട്ടിയമ്പൊക്കെ ഇട്ട് ഒരു കുഴ ഉണ്ടാക്കി ഒന്ന് കഴിക്കാമെന്ന് ആഗ്രഹം. വലയെടുത്തൊരു ശാലം ഒന്ന് വീശാൻ പോവുകയാണേ. കിട്ടുന്ന സ്ഥലം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ആയിരിക്കും പറവുകൾ കൃത്യമായിട്ട് വന്നിരിക്കുന്നത്, മനസ്സിലായോ? അവിടെ ഒരു കൊക്ക അവിടെ ഇറമ്പിക്ക് വന്ന് കുത്തിയിരിപ്പുണ്ട്. അപ്പം കുളത്തിൽ വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്കാണ് കണ്ടതേ ഒരു കൊക്ക് ആ മീനെ പിടിക്കുന്നതുണ്ട്. ഞാനിപ്പോൾ അവിടെ അങ്ങാണ്ട് മീൻ തേട്ട കരക്കോട്ടൊക്കെ ചാടിക്കയറിയാണ് കൊക്കിന് തല വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മളവരെ ഒറ്റ വല വീശിക്കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിയാൻ മേല. ഇതെന്താ കാരണം ആ മീൻ അത്രയും അവിടെ കിടന്ന് ചാടി കരക്ക് കയറാനുള്ള കേസ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ വലയുടെ കെണിയല്ല ഒന്ന് ഇണക്കട്ടെ. ഒറ്റ വല കൊണ്ട് ചിലപ്പോൾ ഉണ്ടല്ലോ, ഇത് വെറുതെ ആവശ്യമില്ലാത്ത മീനെ നമ്മൾ കൊല്ലുന്നത് ശരിയല്ല. എനിക്ക് ആവശ്യമുള്ള മീനെ നമ്മൾ എടുക്കത്തുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് അവരവിടെ വന്ന് കരക്കോട്ട് ചാടുമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇത്രയും മതി. പണി നിർത്തി പോവുക. വരാലുകൾ അറ്റാക്ക് ചെയ്യുന്ന മത്സ്യങ്ങളൊക്കെ ഇതുങ്ങളൊക്കെ കഴിച്ച് ജീവിച്ചോളും. നമ്മളിടുന്ന മീനുകൾ ആരും തൊടത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതിൽ ആവശ്യമുള്ള വലുതിനെ മാത്രം എടുത്ത് ചെറുതിനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ അങ്ങ് വിട്ടേക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ജീവജാലത്തെ നമ്മൾ നശിപ്പിക്കരുത്.
അതുങ്ങൾക്ക് ജീവിക്കാൻ അവസരമുണ്ട്. പിന്നെ എല്ലാ ജീവജാലങ്ങളുടെയും അവകാശിയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യന് എന്ത് തോന്നിവാസം കാണിക്കാമെന്നുള്ള വൃത്തിയോട് കാണിക്കുകയും ചെയ്യും. എൻ്റെ തിയറി ഇങ്ങനെയൊക്കെ തന്നെ. കപ്പയും നമ്മളിപ്പോൾ പിടിച്ച വയമ്പ് വറുത്തതും അപ്പനാണ്ട് അവിടെ നിന്ന് കഴിക്കുന്നു. അമ്മയെ അപ്പന് സീരിയലിന് അടിമകളാണ്. അവർ സീരിയൽ കണ്ടുകൊണ്ടിരുന്നത് ഭക്ഷണം കഴിക്കുന്നത്. എന്നാ ചെയ്യാനായിട്ട്